ഈ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും അതുകൂടാതെ കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ വിസിറ്റ് ചെയ്ത ഒരു പ്ലേസുമാണ്. ഈ റെസിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് ആണിത്. ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇനി വിസിറ്റ് ചെയ്ത പ്ലേസിനെ കുറിച്ച് പറയാം. റിയാദിൽ വർഷത്തിലൊരിക്കൽ ഒരു ഓറഞ്ച് ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഫെസ്റ്റിവലിന് ഒരു ഓറഞ്ച് തോട്ടം പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ വീക്കെൻഡിൽ വിസിറ്റ് ചെയ്ത ഒരു ഓറഞ്ച് തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് തോട്ടത്തിലെ കൊച്ചു കൊച്ചു കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിഷ്ടമാവാനുള്ള മെയിൻ കാരണം ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാരറ്റിൻ്റെയും ചീസിൻ്റെയും കോമ്പിനേഷനാണ്. സോ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ഇതിനെ ഓണിയൻ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിലാക്കി മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തിക്നെസ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെഡിൻ്റെ തിക്നെസ് ആയിരിക്കണം. ഇനി വേണ്ടത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഓണിയൻ്റെ ബാക്കി കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഞാനൊരു ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ചെയ്ത് മാറ്റുന്ന സ്മോൾ ബ്രെഡ് പീസ് നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്താലും മതി. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ വെച്ച് നമ്മളെ ബ്രെഡ് നല്ല ക്രിസ്പി ആക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി ബ്രെഡ് ഇതിൽ വെക്കാം. ഇതിൻ്റെ സ്പേസിൽ നമ്മൾ ഓണിയൻ റിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആ ഓണിയൻ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. അത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി ഓണിയൻസിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വെച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ എഗ്ഗ് ബോയിൽ ആയിക്കോളും. ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബ്രെഡ് വെച്ച് ഇത് കവർ ചെയ്യാം. ഇത് നല്ലപോലെ പ്രസ് ചെയ്യരുത്, ഉള്ളിലുള്ള എഗ്ഗ് പൊട്ടിപ്പോവും. ഇനി നമുക്കിത് പൊട്ടാതെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ബ്രെഡ് ഉണ്ടാവാം. നമ്മുടെ എഗ്ഗ് ബോയിലായി വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ ബ്രെഡിൻ്റെ മറ്റേ സൈഡ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഒന്ന് അഗെയിൻ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതും ഒരു ബ്രെഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. താഴെയുള്ള ബ്രെഡും നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തൊന്ന് നോക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിൻ്റെ ചീസ് ആൻഡ് ക്യാരറ്റ് കോമ്പിനേഷൻ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഫുഡ് കഴിക്കാൻ നല്ല മടിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റിയാദിലെ ഓറഞ്ച് തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. സോ നമ്മൾ നമ്മുടെ ഓറഞ്ച് തോട്ടത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. സോ നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബ്യൂട്ടിഫുൾ ഓറഞ്ച് തോട്ടമുള്ളത്. ഞാൻ അധികം ഈ ഓറഞ്ച് തോട്ടത്തിനെ കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ല, കാരണം മനസ്സിനും കണ്ണിനും എത്ര കുളിർമ നൽകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ കഴിയും. നമ്മൾ ഈ പച്ചപ്പിലേക്ക് വന്ന വഴി മരുഭൂമിയാണ് എന്നതുപോലും നമ്മൾ അവിടെ എത്തിയാൽ മറന്നുപോകും. അപ്പോൾ അതിനുള്ള പ്രൂഫാണ് ഇനിയുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി തുടങ്ങി.
ഇതാണ് നമ്മുടെ പ്ലേസ്. നല്ല റഷാണ്. അപ്പോൾ നമ്മൾ കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് തോട്ടം. നമുക്ക് കാണാം അതിൻ്റെ എൻട്രൻസിൽ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഒരു ഗസ്റ്റിനെ പോലെ അവർ നമ്മൾ വെൽക്കം ചെയ്തു. ഇപ്പോൾ ഉള്ളിലുള്ള കാഴ്ചയാണ് കാണുന്നത്. എൻട്രൻസ് കഴിഞ്ഞ ഉടനെ അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് ആണ് കാണുന്നത്. മെയിൻലി ഇവിടെ ജെൻസ് ആണ് ഇരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ അറബിക് കോഫിയും ഓറഞ്ചുമാണ് വെച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കഴിക്കാം. ഈ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് ഈ തോട്ടത്തിൽ തന്നെ വിളവെടുത്ത മറ്റ് ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാണാൻ വന്നിട്ടുള്ള ഓറഞ്ച് തോട്ടം ഇതാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ ട്രീസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുക. ഈ തോട്ടത്തിലെ കൗതുകമേറിയ മറ്റു കൊച്ചു കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. ഇവിടെ വരുന്ന കാഴ്ചക്കാരെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും. ഈ ലവ് ബേർഡ്സിൻ്റെ സൈഡിലൂടെ നോക്കിയാലും നമുക്ക് കുട്ടി കുട്ടി ഓറഞ്ച് മരങ്ങളും കാണാം. കുട്ടികൾക്ക് പോലും അനായാസം ഈ ഓറഞ്ചുകൾ എത്തുന്ന രീതിയിലാണ് ഇത് കാഴ്ച നിൽക്കുന്നത്. ഈ വലിയ ഓറഞ്ച് തോട്ടത്തിൽ ഉടനീളം നടന്ന് കണ്ട് ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്ലേസസും ഇവിടെയുണ്ട്. ഫാമിലി മൊത്ത് ഈ പച്ചപ്പിനിടയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള പ്ലേസസും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ പച്ചപ്പിൻ്റെ നടുവിൽ തന്നെ ലേഡീസ് നൈറ്റ് ഒരു സെക്ഷനുണ്ട്. അവിടെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത ഓറഞ്ചും അറബിക് കോഫിയും എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ തോട്ടത്തിൻ്റെ ഈ പച്ചപ്പിന് കാരണം ഓറഞ്ച് മരങ്ങൾ മാത്രമല്ല, ഇവിടെ നമുക്ക് വളർന്നു വരുന്ന മുന്തിരിവള്ളികളും വാഴത്തോട്ടവും കോലച്ചു നിൽക്കുന്ന വാഴകളും കാണാം. പിന്നെ ഇതൊരു അറബ് രാഷ്ട്രമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈന്തപ്പനത്തോട്ടവും കാണാം. ഈ തോട്ടങ്ങളെല്ലാം ഇരുന്ന് ആസ്വദിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഈ തോട്ടത്തിൻ്റെ നടുക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായ കാഴ്ചകളുള്ള ഈ തോട്ടം ഒരു സൗദി കുടുംബത്തിൻ്റെതാണ്. അവർ വർഷത്തിലൊരിക്കൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണിത്. ഏത് രാജ്യക്കാരെയും ഇരു കൈകളും നീട്ടി ആവശ്യത്തിനുള്ള ഓറഞ്ചുകളും ഫലങ്ങളും നൽകി മനസ്സ് തുറന്ന് സ്വീകരിക്കുന്ന ഒരു വേളയാണിത്. സോ ഈ തോട്ടത്തിൽ നിന്ന് നമുക്കിനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഈ ഓറഞ്ച് ഫെസ്റ്റിവലിന് അനുബന്ധിച്ച് ഒരു എക്സിബിഷൻ പോലെയുള്ളൊരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളിവിടെ മാർക്കറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഏരിയ. മാർക്കറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളതെല്ലാം ഓറഞ്ച് തൈകളെ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ പല ടൈപ്സ് ഓറഞ്ചസിൻ്റെ തൈകളും ഉണ്ട്. അതുകൂടാതെ മറ്റു ചെടികളുടെ തൈകളും അവൈലബിൾ ആണ്. ഇനി ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഓറഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു വലിയ ടൈപ്പ് ഓറഞ്ച് എന്ന രീതിയിൽ ഞങ്ങൾ എടുത്ത് നോക്കിയതാണ്. ബട്ട് സർപ്രൈസിംഗ്ലി ഇത് ലെമൺ ആണ്. ഒരു വലിയ ടൈപ്പ് ലെമൺ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. പല ടൈപ്പുള്ള ഓറഞ്ചുകളുടെ ഏരിയ തന്നെയാണിത്. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഓറഞ്ച് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊരു അത്തിപ്പഴത്തിൻ്റെ ഏരിയ ആണ്. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ഇനി നിങ്ങൾ കാണുന്നത് ഇവിടെ പ്യുവറായിട്ട് കിട്ടുന്ന ഒരു തേനിൻ്റെ സെക്ഷനാണ്. ഈ ചില്ലിലിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൂഫാണ്. ഹണി ബീസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അവർ അതിൻ്റെ സാമ്പിൾസാണ് തരുന്നത്.
അതുകൂടാതെ ഡേറ്റ്സിൻ്റെ സ്റ്റാൾസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ്സ് നമുക്കിവിടെ കാണാം. പിന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു സെക്ഷനാണ് ഇവിടുത്തെ വിസിറ്റേഴ്സിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇരിപ്പിടം. വിൻ്റർ ആയതുകൊണ്ട് ചൂട് കായാനുള്ള ഒരു ഫെസിലിറ്റീസും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു അത്തിപ്പഴമാണ് ഞാൻ ഈ കാണിക്കുന്നത്. സോ ഞങ്ങളുടെ ഫാം വിസിറ്റ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു സെക്ഷൻ നോക്കി പോവുമായിരുന്നു. പക്ഷേ ഇവിടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ട് ഇവിടെ ഒരു ഹില്ലിൻ്റെ ടോപ്പിൽ ഒരു പാർക്കുണ്ട്. അപ്പം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഹിൽ ടോപ്പിലുള്ളൊരു പാർക്കാണ് ഈ കാണുന്നത്. കുട്ടികൾക്കൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. പക്ഷേ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയാസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. ലഞ്ചിന് ശേഷം കുട്ടികളൊന്നും ഇവിടെ നല്ലപോലെ എൻജോയ് ചെയ്തു. വിൻ്റർ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹില്ലിൻ്റെ ടോപ്പിലാണ്. അപ്പം അവിടുന്ന് താഴേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് റിയാദിലേക്ക് തന്നെ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹരീക്കിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഓറഞ്ച് ഫാം കണ്ടതിന് ശേഷം റിയാദ് സിറ്റിയിലേക്ക് തിരിക്കുകയാണ്. സോ ഈ വീക്കെൻഡ് വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഈ വ്ളോഗിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തത് ഞാനൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആൻഡ് ഡിഫറെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. So thank you so much and have a nice day.